അതിരാവിലെ തന്നെ പോകുന്നത് കോയമ്പത്തൂരിലേക്കാണ്. അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്. സോ നമ്മൾ 4:30 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പാലക്കാടിലേക്ക് പോകുന്നത് നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. പിന്നെ പാലക്കാടിൽ നിന്നാണ് നമ്മൾ കാറിൽ പോകുന്നത്. പാലക്കാട് ഒരു 5 മണിക്കാകുമ്പോൾ എത്തി. പക്ഷെ അവൻ വന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് വെയിറ്റിംഗ് ആയി. പിന്നെ അവൻ വന്നിട്ട് നമ്മുടെ കാറിൽ കയറി പോയി. ഇവനെ വണ്ടി ഓടിക്കാൻ അറിയുന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ കയറുന്നത്. ഇനി അറിയുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇങ്ങനത്തെ ഒരു ഓടിക്കൽ കാണുമ്പോൾ തന്നെ എന്തോ വല്ല തോന്നുന്നുണ്ട്. നമ്മൾ 8 മണിക്ക് അവിടെ എത്തണമെന്നാണ് കാൽക്കുലേറ്റ് ചെയ്തത്. 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത്രയും നേരത്തെ അവന്റെ കാര്യം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഇപ്പൊ നമ്മൾ 7 മണിക്ക് മുന്നേ തന്നെ അവിടെ എത്തുന്നത് തോന്നുന്നു. രണ്ടും മലനിരകളൊക്കെ കോടം മൂടി കിടക്കണതാണ്. നല്ല രസമുണ്ട്. ആക്ച്വലി ഈ വഴിക്ക് കുറെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. മലയും ഒക്കെ ആയിട്ട് ഭയങ്കര മഴയായിരിക്കുന്നൊക്കെ വിചാരിച്ചു. കാരണം രാവിലെ എണീറ്റ സമയത്ത് ഭയങ്കര മഴയായിരുന്നു. ഈ ഡോഗ് സാറ് കണ്ടു വഴിയിലാണ് ഇരിക്കുന്നത്. അവൻ മാറുന്ന കൂടിയില്ല. നമ്മൾ വേണമെങ്കിൽ മാറിക്കോട്ടെ എന്നുള്ള ഭാവത്തിലായിരിക്കുന്നു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവൻ നേരത്തെ എത്തിയിട്ടുണ്ട്. 8 മണിക്ക് എത്തണമെന്ന് വിചാരിച്ചു. പക്ഷേ 7 മണിന്റെ മുന്നേ തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വിചാരിച്ചു. ഇതൊരു റൂറൽ ഏരിയ ആയതാണ്. ഇവിടെ അങ്ങനെ ഹോട്ടൽസും ഇല്ല. ഉള്ള ഹോട്ടലുകളാണെങ്കിൽ ഇത്രയും നേരത്തെ തുറന്നിട്ടുമില്ല. നമ്മൾ വന്ന പരിപാടി ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇഷയിൽ പോകാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം അങ്ങനെ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ ഭാഗത്ത് അങ്ങനെ ഹോട്ടലൊന്നും കാണുന്നില്ല. റൂറൽ ഏരിയ ആണല്ലോ, അതുകൊണ്ടാണ് തോന്നുന്നു. പിന്നെ ഇഷയിൽ എത്തുന്ന മുൻപായിട്ട് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചത്. അവിടെ അത് ദോശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേറെ വഴിയില്ലാത്ത കാരണം ദോശ തന്നെ കഴിച്ചു. ദോശ ആക്ച്വലി എത്ര നന്നായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വിശപ്പുള്ളത് കാരണം പിന്നെ ഇവിടെ വേറെ ഹോട്ടലുകളൊന്നും ഇല്ലാത്ത കാരണം കഴിക്കുക എന്നല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ എത്തുമ്പോഴത്തേക്ക് ഉച്ച സമയം ഒരു 12 മണി ആ സമയത്തേക്കാണ് എത്തിയത്. ആ സമയത്ത് നല്ല വെയിലും നല്ല ചൂടുമായിരുന്നു. ഇതൊക്കെ പശുവാണെന്നാണ് ഞാൻ പറയുന്നത്. അവൻ കാളയാണെന്നാണ് പറയുന്നത്. പിന്നെ ആ മല കണ്ടു. ആ മലയിൽ വന്നിട്ട് ആ സൂര്യൻ എങ്ങനെ വരുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ സൺലൈറ്റ് ഇറങ്ങി വരുന്നത് കണ്ടു. വീഡിയോയിൽ ഇനി അത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്നറിയില്ല. ഭയങ്കര ചൂടായിരുന്നു ഉച്ച സമയത്ത് വന്ന കാരണം. നമ്മൾ മുകളിലേക്ക് അധികം കയറി, പക്ഷെ നമ്മൾ ഒരുപാട് നേരം നിന്നില്ലായിരുന്നു. കാലൊക്കെ ഭയങ്കരമായി ചുട്ടുകൊള്ളുന്നു. രുദ്രാക്ഷം വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വാങ്ങാൻ പറ്റും. അതിവിടെ അവൈലബിൾ ആണ്. പക്ഷെ അത് ടോക്കൺ എടുക്കുന്നവർക്ക് മാത്രം. അതായത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് അകത്ത് കയറി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള, ഒരു ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടല്ലോ. മെഡിറ്റേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും യോഗ പ്രാക്ടീസും അതെല്ലാം ചെയ്തിട്ടും. സോ അങ്ങനെ കയറുന്നവർക്കാണ് രുദ്രാക്ഷ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ ഒരു ഷമാം ജ്യൂസും ഒരു റോസ് മിൽക്കും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷമാം ജ്യൂസ് അത്ര കൊള്ളത്തില്ലായിരുന്നു. പക്ഷെ റോസ് മിൽക്ക് അടിപൊളിയായിരുന്നു. അത് നന്നായിട്ടുണ്ടായിരുന്നു. ഉച്ച സമയത്ത് വന്നായിരുന്നു. നമ്മൾ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തില്ല. കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് വേഗം ഇറങ്ങിയിരുന്നു. ഒരുപാട് ചൂടും ഒക്കെ ആയിരുന്നു. തിരിച്ചു വരുമ്പോൾ നമ്മൾ ഫുഡ് ലഞ്ച് കഴിക്കാനൊന്നും നിന്നില്ല. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഈ ഒരു 11:30-12 മണിയൊക്കെ ആയി. പിന്നെ ഇഷയിൽ വന്നിട്ട് നമ്മൾ ജ്യൂസും കുടിച്ച കാരണം പിന്നെ ലഞ്ച് കഴിക്കാൻ നിന്നില്ല. പിന്നെ പാലക്കാട് വന്നിട്ട് ഒരു ജ്യൂസ് കുടിച്ചു. അത് പക്ഷേ ഭയങ്കര അലമ്പ് ജ്യൂസായിരുന്നു. നമ്മളങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മളൊരു വൈകിട്ട് 6 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ വീടെത്തി. സോ നമ്മൾ അങ്ങനെ സേഫായി വീടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവന് വണ്ടി ഓടിക്കാൻ അറിയാമെന്ന് നമുക്ക് മനസ്സിലായി. രാവിലെ തന്നെ പോകുന്നത് കോയമ്പത്തൂരിലേക്കാണ്. അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്. സോ നമ്മൾ 4:30 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പാലക്കാടിലേക്ക് പോകുന്നത് നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. പിന്നെ പാലക്കാടിൽ നിന്നാണ് നമ്മൾ കാറിൽ പോകുന്നത്.